കോഡിംഗ് അറിയില്ല, പക്ഷേ നിങ്ങൾക്കൊരു ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണം എങ്കിൽ അതിന് പറ്റിയ ഒരു സോഫ്റ്റ്വെയർ ആണ് ഫ്ലട്ടർഫ്ലോ. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലട്ടർഫ്ലോ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ആപ്സ് വെബ്സൈറ്റും ബിൽഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ കയറി ഫ്ലട്ടർഫ്ലോ എന്ന് സെർച്ച് ചെയ്യുക. അതിൽ flutterflow.io എന്ന വെബ്സൈറ്റിൽ കയറി ലോഗിൻ ചെയ്യുക. ജിമെയിൽ ID വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഫ്ലട്ടർഫ്ലോ ഹോം പേജ്. ഇതിൻ്റെ ഫ്രീ വേർഷനും പെയ്ഡ് വേർഷനും അവൈലബിൾ ആണ്. പെയ്ഡ് വേർഷൻ നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഫ്രീ വേർഷനിൽ തന്നെ നിങ്ങൾക്കൊരു ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനുള്ള ടൂൾസ് അവൈലബിൾ ആണ്. ഇനി ഇതിലെങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ക്രിയേറ്റ് ന്യൂ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രൊജക്റ്റിൻ്റെ പേര് കൊടുത്ത് സ്റ്റാർട്ട് ബിൽഡിംഗ് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ വേർ ഈസ് മൈ ട്രെയിൻ പോലെ ട്രെയിൻ ട്രാക്കർ എന്നൊരു ആപ്പ് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. പ്രൊജക്റ്റിൻ്റെ പേര് ട്രെയിൻ ട്രാക്കർ എന്ന് കൊടുത്തു. സ്റ്റാർട്ട് ബിൽഡിംഗ് ക്ലിക്ക് ചെയ്തപ്പോൾ പ്രൊജക്റ്റ് ബിൽഡായിട്ടുണ്ട്. നിങ്ങൾ ഫ്ലട്ടർഫ്ലോയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സെയിം പ്രൊജക്റ്റ് ആൻഡ്രോയിഡ് iOS വെബ്സൈറ്റായിട്ടും പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡും iOSും വെബ്സൈറ്റായിട്ട് വേറെ തന്നെ നിങ്ങൾ ഇനി ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. ഇനി ഒരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാൻ ആവശ്യമുള്ള 5 ഇമ്പോർട്ടൻറ്റ് ടൂൾസിനെ പറ്റി നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. വിഡ്ജറ്റ്, റോ, കോളം, കണ്ടെയ്നർ, നാവിഗേഷൻ. വിഡ്ജറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലട്ടർഫ്ലോയിൽ മൊബൈൽ ആപ്പിൻ്റെ ഓരോ പേജായിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ യൂസർ ക്ലിക്ക് ചെയ്യുന്ന ഓരോ ബട്ടൺസ് ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടാണ് ഓരോ പേജും ക്രിയേറ്റ് ചെയ്യുന്നത്. ഐക്കൺ, ടെക്സ്റ്റ് ഇതിനൊക്കെ പറയുന്ന പേരാണ് വിഡ്ജറ്റ്. നമുക്ക് ആവശ്യമുള്ള ഓരോ വിഡ്ജറ്റും വെച്ചിട്ടാണ് ഓരോ പേജും ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ വേർ ഈസ് മൈ ട്രെയിൻ ഹോം പേജാണ് കാണുന്നത്. ഇതിൽ നമുക്ക് ഓരോ വിഡ്ജറ്റും കാണാൻ പറ്റും. സെർച്ച് ബോക്സ് ഉണ്ട്, സെർച്ച് ചെയ്യാൻ ഫൈൻഡ് ട്രെയിൻസ് എന്നൊരു ബോക്സ് ഉണ്ട്, അതുപോലെ സെർച്ച് ഹിസ്റ്ററി കാണിക്കുന്ന ഒരു ബോക്സ് ഉണ്ട്. ഇതിനൊക്കെയാണ് വിഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ വിഡ്ജറ്റിനകത്ത് വരുന്ന 3 ഇമ്പോർട്ടൻ്റ് വിഡ്ജറ്റാണ് കോളം, റോ, കണ്ടെയ്നർ. കോളം എന്ന് വെച്ചാൽ ഒരു പേജിൽ ഓരോ വിഡ്ജറ്റും താഴെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ പേജും ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, വേർ ഈസ് മൈ ട്രെയിൻ ഹോം പേജ് കാണുന്ന സെർച്ച് ബോക്സ്, സെർച്ച് ബട്ടൺ, ഹിസ്റ്ററി ഇതൊക്കെ ഒരു കോളത്തിനകത്ത് താഴെയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. ഇതുപോലെ താഴെയായിട്ട് ഓരോ വിഡ്ജറ്റ് വെക്കുന്നതിനാണ് നമ്മൾ കോളം യൂസ് ചെയ്യുന്നത്. ഒരു പേജ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ അതിന് ഓൾറെഡി ഒരു മെയിൻ കോളം ഉണ്ടാവും. അതിനകത്താണ് നമ്മൾ ഓരോ വിഡ്ജറ്റും വെക്കുന്നത്. ഇനി ഇതിൻ്റെ നേരെ തിരിച്ചാണ് റോ വർക്കാവുന്നത്. ഓരോ വിഡ്ജറ്റും ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് റോ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വേർ ഈസ് മൈ ട്രെയിൻ ഹോം പേജിൽ നിങ്ങൾ ട്രെയിൻ നമ്പർ വെച്ച് സെർച്ച് ചെയ്യുന്ന ഒരു ബോക്സ് കാണാൻ പറ്റും. അതിനകത്ത് നമ്മളൊരു ട്രെയിൻ ഐക്കണുണ്ട്, ട്രെയിൻ നമ്പർ ഓർ നെയിം എന്നൊരു ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ ഒരു സെർച്ച് ബട്ടണുണ്ട്. ഇതുപോലെ വിഡ്ജറ്റ് ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റോ ഉപയോഗിക്കുന്നത്. റോ കോളം ആദ്യം കേൾക്കുമ്പോൾ മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. അടുത്ത ഇമ്പോർട്ടൻ്റ് വിഡ്ജറ്റാണ് കണ്ടെയ്നർ. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ബോക്സാണ്. ഈ ബോക്സിനകത്ത് നമ്മൾ ആവശ്യമായ വിഡ്ജറ്റ് പ്ലേസ് ചെയ്യും. വേർ ഈസ് മൈ ട്രെയിൻ എടുത്താൽ അതിൻ്റെ ഹോം പേജിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ ഒരു ഏരിയ ഉണ്ട്. ഫ്രം സ്റ്റേഷൻ ടു സ്റ്റേഷൻ സെർച്ച് ചെയ്യാൻ ഫൈൻഡ് ട്രെയിൻ എന്നൊരു ബട്ടനുണ്ട്. ഇതൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതിനെ പറയുന്ന പേരാണ് കണ്ടെയ്നർ. ഇനി അടുത്തത് നാവിഗേഷൻ. നാവിഗേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോകാൻ വേണ്ടിയുള്ള ആക്ഷൻ കൊടുക്കുന്നതിനാണ് നാവിഗേഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആക്ഷൻ എന്ന ടൂൾ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ 2 സ്റ്റേഷൻ്റെ പേര് കൊടുത്ത് ഫൈൻഡ് ട്രെയിൻസ് ക്ലിക്ക് ചെയ്തപ്പോൾ വേറെ ഒരു പേജിലേക്ക് പോകും. ഇതിനാണ് നാവിഗേഷൻ ആക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഫ്ലട്ടർഫ്ലോ പ്രൊജക്റ്റ് ഡാഷ്ബോർഡ് എന്താണെന്ന് പറഞ്ഞു തരാം. ഈ ലെഫ്റ്റ് സൈഡ് ഏരിയയാണ് ബിൽഡ് ഏരിയ. ഇവിടെയാണ് നമ്മൾക്ക് പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യേണ്ട ഓരോ ടാബ്സും ടൂൾസും ഉള്ളത്. വിഡ്ജറ്റ് പാലറ്റ് എന്ന ടാബിൽ ഓരോ വിഡ്ജറ്റും കാണാൻ പറ്റും. അതിന് താഴെ പേജ് സെലക്ടർ എന്ന ടാബ് കാണാൻ പറ്റും. അതിലാണ് നമ്മൾക്ക് ഓരോ പേജ് ക്രിയേറ്റ് ചെയ്യാനും പേജ് സെലക്ട് ചെയ്യാനും കഴിയുന്നത്. അടുത്ത ടാബാണ് പേജ് ട്രീ. ഇതിൽ നമ്മൾക്ക് ഒരു പേജിൽ എന്തൊക്കെ വിഡ്ജറ്റ് ആഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ കാണാനും സെലക്ട് ചെയ്യാനും പറ്റും. അതിൻ്റെ താഴെ വരുന്നൊരു ടാബാണ് സ്റ്റോറി ബോർഡ്. ഇതിലാണ് നമ്മൾ കണക്ട് ചെയ്ത നാവിഗേഷൻ ഇൻഫർമേഷൻസ് കാണാൻ പറ്റുക. ഈ സെൻറ്റർ ഏരിയയാണ് ക്യാൻവാസ്. ഇവിടെയാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഓരോ പേജും എങ്ങനെയെന്ന് കാണാൻ പറ്റും. മൊബൈലിൽ എങ്ങനെയായിരിക്കും, ടാബിൽ എങ്ങനെയായിരിക്കും, ഡെസ്ക്ടോപ്പിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. റൈറ്റ് സൈഡിലുള്ള ഏരിയയാണ് ഓരോ വിഡ്ജറ്റ് എഡിറ്റ് ചെയ്യുന്നത്, ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യുന്നതും ഒക്കെ ഇവിടെയാണ്. ഈ കാണുന്ന ടോപ്പ് ഏരിയയാണ് ഇറേഴ്സ്, വാർണിങ്സ്, പ്രൊജക്റ്റ് കോഡ്, APK ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ടാബ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ബ്ലൂ കളർ ഐക്കണാണ് ടെസ്റ്റ് ഐക്കൺ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റിന് ഇറേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇറേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഇറേഴ്സ് എന്ന ടാബിൽ അത് കാണാൻ പറ്റും.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്ലട്ടർഫ്ലോ ആപ്പ് ബിൽഡ് ചെയ്യാൻ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നമ്മളിപ്പോൾ ട്രെയിൻ ട്രാക്കർ എന്നൊരു പ്രൊജക്റ്റ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ ബാക്കി, അതായത് വേർ ഇസ് മൈ ട്രെയിൻ പോലെ ഒരു ആപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യുന്നത് എന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക.